ഹായ്, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിൻ്റർ ക്രീമാണ്. അപ്പോൾ ഈ ഒരു വിൻ്റർ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സേഫായിട്ട്, ചിലവർക്ക് സ്കിൻ അലർജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻ്റർ ക്രീമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല സ്കിൻ നല്ല മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ടും എന്താ പറയുക, നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്രീമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കണം കേട്ടോ, മേടിക്കാണ്ട് പറ്റില്ല. ഇപ്പം നമ്മളൊരു ക്രീമൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ അതിനകത്ത് കുറച്ച് കെമിക്കലൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നോക്കുന്നവരാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇങ്ങനെ വര കാണും കേട്ടോ, അത്രയും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ജാതി പോലെ ഇരിക്കുന്ന ഒരു സ്കിന്നാണ് കണ്ടോ. ഇങ്ങനെ ലൈനൊക്കെ നന്നായിട്ട്, മുഖം ഭയങ്കര ഓയിലിയാണ്, പക്ഷെ കൈ കാല് ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്, ഇങ്ങനെ ചെതുമ്പൽ പോലെയൊക്കെ ഇരിക്കണ ഒരു ഇതായിരുന്നു. അപ്പം ഇപ്പം കുറേ നാളുകളായിട്ട് നല്ല മാറ്റമാണ്. അപ്പോൾ ഞാൻ ക്രീമുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്താ പറയുക, ക്രീം എന്ന് പറയുമ്പോൾ ക്രീലൊക്കെ വരുമല്ലോ, അത് കാരണം കൊണ്ട് എനിക്ക് അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് ചേർത്ത് യൂസ് ചെയ്യുന്നത്. അത് എന്താ പറയുക, കുറേ കാലം ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്കത് എന്താ പറയുക, ഇതുപോലെ കാറ്റുകാലത്തൊക്കെ ഭയങ്കര ഒരു സേഫായിരുന്നു. എന്താ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണേ അതേപോലെ തന്നെ ഇരിക്കും, അത്രയും നല്ല സേഫായിട്ടുള്ളൊരു ഇതായിരുന്നു. അത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 1:3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ടും. എന്നാലാണ് അത് ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും തേച്ചു എന്ന് അറിയാത്ത രീതിയിൽ ഇരിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. മോയ്സ്ചറൈസറുകളൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്. ബോഡി ലോഷനൊക്കെ ഉണ്ട്. അത്ര ക്രീമി അല്ലാത്ത, ഓയിലി അല്ലാത്ത ലോഷൻസൊക്കെ ഞാൻ നോക്കി സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു വിൻ്റർ കാലം ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ജാതി പോലെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറുക്ക് വിദ്യയിൽ കൂടെ തയ്യാറാക്കി വളരെ 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്രീമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ കൈക്കും കാലിനും വേണ്ടിയിട്ടാണ്. എൻ്റെ മുഖത്ത് അങ്ങനെ അധികം ഡ്രൈനെസ് എനിക്ക് വരാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കൈക്കും കാലിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ വേണ്ടത് 3 ഐറ്റംസാണ്. അതിലൊരെണ്ണം ഓപ്ഷണലാണ് കേട്ടോ. ഫസ്റ്റ് ഏറ്റവും ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ എൻ്റെ ഉള്ളത് മോഹ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അലോവേര ജെല്ലാണ്. അതിനകത്ത് കുക്കുംബറിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി ഉള്ള കാരണം കൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഒരു 100 റുപ്പീസിന് താഴെയായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതാണ് ഏറ്റവും നല്ലതും. ദെൻ നമുക്ക് വേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഷിയ ബട്ടറാണ്. ഈ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഷിയ ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് റോ അൺറിഫൈൻഡ് ഷിയ ബട്ടറാണ്. ഇതിന് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് 350 പക്ഷേ ആമസോണിൽ എപ്പോഴും നല്ല ഓഫറിലൊക്കെ കിടക്കുന്നുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സിറാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലാണ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് അർബൻ ബോട്ടാണിക്സിൻ്റെ ഒരു വൈറ്റമിൻ സി സിറാണ് എടുത്തേക്കുന്നത്. അതൊരു 1 to 2 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. ഒരു ടീ ട്രീ ഓയിൽ എടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ എന്താ പറയുക, ഹോബ ഓയിലൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്. നമ്മുടെ ഫേസിന് ഏതാണോ സ്യൂട്ടാവുന്നത് അതനുസരിച്ചിട്ട്. ഇത് നമ്മുടെ സ്കിന്നിലെ എന്താ പറയുക, ആക്നെയൊക്കെ, അതായത് പുറത്തും മേത്തൊക്കെ വരുന്ന കുഞ്ഞു കുരുക്കളില്ലേ, അതിൽ നിന്നൊക്കെ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, ഇത് 3 ഐറ്റംസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ മഞ്ഞൾ ചേർക്കാം കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞളോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുങ്കുമത്തിൻ്റെ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ ഇടാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻ കൂടി ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ള രീതിയിലാണ്. ഇനി ഷിയ ബട്ടർ നമുക്ക് വളരെ ക്വാണ്ടിറ്റി എമൗണ്ട് കുറവ് ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുകും, ഇത് നല്ല കട്ടിയായിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മീതെ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് എന്താ പറയുക, ഉരുകി വരും. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അത് കാരണം കൊണ്ടാണ് ഇത് കുറച്ചെടുത്താൽ മതി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് അലിയിച്ച് ചേർക്കാം.
നന്നായിട്ട് അലിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെയാണ് വരിക. ഒരു ലൈറ്റ് ഗ്രീൻ ആവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്രീം ആ ഒരു അലോവേര ജെല്ലിൻ്റെ ആ ഒരു ക്രീം അങ്ങനെ ആയ കാരണം കൊണ്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ഇത് യൂസ് ചെയ്യേണ്ട രീതിയും കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഇത് കുറച്ച് ലൈറ്റിങ് എഫക്റ്റ് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്രയും പച്ച കളറായിട്ട്. നോർമൽ ലൈറ്റിലൊരു ലൈറ്റ് ഗ്രീൻ ഉള്ളൂ കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ. ഇതാണ് ശരിക്കുള്ള കളർ കേട്ടോ. ഞാനിതെങ്ങനെ യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണ് യൂസ് ചെയ്യാറുള്ളത്. രാത്രി കുളി കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. കയ്യിലും കാലിലും മേത്തെല്ലായിടത്തും പറ്റും കേട്ടോ, കാരണം അത്ര ഡ്രൈയിങ് ആണ്. നമുക്ക് ഡ്രൈയിങ് ആയിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ സൂചി കുത്തണ പോലെ തോന്നില്ല, അതേപോലെ ഡ്രൈയിങ് ആണ്. അപ്പോൾ ഞാൻ രാത്രിയിലാണിത് അപ്ലൈ ചെയ്യാറുള്ളത്. കൈക്കും കാലിലും ബോഡിയിലും എല്ലാത്തിലും അപ്ലൈ ചെയ്യും. എന്നിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് വലിച്ചില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് രാത്രി യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പകലും എന്താ പറയുക ഇത് യൂസ് ചെയ്യാം. എന്നിട്ട് പുറത്തേക്കൊക്കെ പോകാം കേട്ടോ, പ്രശ്നമൊന്നുമല്ല. ഞാനിപ്പോൾ എന്തായാലും ഇത് ഒന്ന് ഫേസിലിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഓയിൽ തട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആക്നെസ് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഫേസിൽ പറ്റുന്നില്ല, ബാക്കി എല്ലായിടത്തുമാണ് ഞാൻ പറ്റുന്നത്. രാത്രി ഒരു നൈറ്റ് കെയർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു മോയ്സ്ചർ അങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്. അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത് റെക്കമെൻഡ് ചെയ്യുന്നതും കൂടെ. കാരണം അത്രയും സൂപ്പറാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ഒരു വിൻ്റർ സീസണിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ വലിഞ്ഞ് മുറുകി ഇങ്ങനെ മൊഴി പോലെ വരിക എന്നുള്ളത്. അതിൽ നിന്ന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു എസ്കേപ്പാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നോർമൽ ടെമ്പറേച്ചറിൽ എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു ക്രീം ഇരിക്കും കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഞങ്ങൾ ഈ ഒരു അലോവേര ജെല്ലും അതുപോലെ തന്നെ ഷിയ ബട്ടറും മേടിച്ച് വെക്കുക. മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ്. അധികം വിലയില്ല. എപ്പോഴും നമുക്ക് നാച്ചുറലായിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഇതേപോലത്തെ കുറച്ച് പ്രൊഡക്ട്സെങ്കിലും കയ്യിൽ സൂക്ഷിച്ച് വെക്കാം. നല്ലതായിരിക്കും, വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഇതിലുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.